ഹലോ ഹായ്, ഞാൻ ഉണ്ണികൃഷ്ണനാണ്. തിരുവനന്തപുരം വെബ് സീരീസിലെ 67ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം ഓവർ ബ്രിഡ്ജ് ജംഗ്ഷനിലുള്ള ഹോട്ടൽ അരുളകത്തിലാണ്. ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അരുളകം ഹോട്ടൽ എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇന്നത്തെ വിശേഷം ഇവിടെ നിന്നാണ്. ഞാൻ രാവിലെയാണ് വന്നത്. രാവിലെ എന്താണ് സ്പെഷ്യൽ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 40 വർഷത്തോളമായിട്ടോ ഈ ഒരു ഹോട്ടൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട്. പണ്ട് മുതലേ ഉള്ളൊരു ഹോട്ടലാണ്. അതുകൊണ്ടാണ് ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞത് ഈ ഒരു ഹോട്ടൽ വിട്ടുപോയിട്ടെന്നുള്ള കാര്യം. ഞാൻ ഒരിക്കൽ ഇവിടെ വന്നായിരുന്നു കേട്ടോ. വന്നപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുറച്ച് ഉള്ളിലോട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഈ ഹോട്ടൽ ശ്രദ്ധിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ നല്ല സ്പേസാണ് കേട്ടോ. പാർക്കിംഗ് സ്പേസൊക്കെ ഒരുപാടുണ്ട്. തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ രുചികൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചെറിയൊരു വെബ് സീരീസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇനിയും സപ്പോർട്ട് തരിക. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കാണാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹോട്ടലിൻ്റെ മുമ്പിലായിട്ട് തന്നെ ഒരുപാട് പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഹോട്ടലിനോട് ചേർന്നിട്ട് ഒരു ലോഡ്ജും കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യത്തിനോട് റൂമൊക്കെ എടുത്ത് താമസിക്കാം. എന്ന് വെച്ചാൽ റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്ട് എളുപ്പമായിരിക്കും. ഈ ഒരു അരുളകം ഹോട്ടൽ കുറച്ച് ഉള്ളിലോട്ട് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു ഹോട്ടൽ വിട്ടുപോകാൻ തന്നെ കാരണം. 40 വർഷമായിട്ട് ഈ ഒരു ഹോട്ടൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ ഇതുവരെയും അത് ചെയ്യാത്തത് മോശമായിപ്പോയി. ഇത്രയും പഴക്കവും എക്സ്പീരിയൻസുള്ള ഒരു ഹോട്ടൽ ഇതിനുള്ളുണ്ടായിട്ട്. അകത്ത് ചെന്നപ്പോഴേ നല്ലൊരു ആംബിയൻസാണ്. ഫ്രണ്ടിൽ തന്നെ ഒരുപാട് സ്വീറ്റ്സും മറ്റ് കാര്യങ്ങളൊക്കെ വച്ചിട്ടുണ്ട്. ഇത് അവരുടേതായ സ്പെഷ്യലായിട്ട് ചെയ്യുന്ന കേസരിയാണ്. പക്ഷേ അകത്ത് ചെന്നപ്പോഴത്തേക്കേ എന്താ ഒരു രസം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉൾഭാഗം കാണാൻ വേണ്ടിയിട്ട്. ഇത്രയും പഴക്കം ചേർന്നിട്ടുള്ള ഒരു ഹോട്ടലാണെങ്കിലും അതിൻ്റെ അകമെല്ലാം അവർ അടിപൊളിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇതാണ് അവരുടെ മെനു കേട്ടോ. മെനുവിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഉച്ചയ്ക്ക് ഊണ് അവർ സെർവ് ചെയ്യുന്നുണ്ട്. വൈകുന്നേരം അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് അവരുടേതായ സ്പെഷ്യലായിട്ടുള്ള പൊങ്കലും അതുപോലെ തന്നെ പൂരി സെറ്റുമാണ്. പൊങ്കലിൻ്റെ കൂടെ ഒരുപാട് കറികൾ അവർ സെർവ് ചെയ്യുന്നുണ്ട്. പൊങ്കലാണ് ഇവിടെ വന്ന് ട്രൈ ചെയ്യാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പൂരി ഒരു സെറ്റാണ് പറഞ്ഞത്. 3 പൂരിയും അതിൻ്റെ കൂടെ 4 ഐറ്റം കറികളും ഉണ്ട്. അപ്പം ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ട്രൈ ചെയ്തത് പൂരി തന്നെയാണ്. പൂരി സാധാരണ 3 പൂരിയാണ് ഒരു സെറ്റിൽ വരുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ള പൂരിയാണ്. അതിൻ്റെ കൂടെ കറികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചമ്മന്തിയുണ്ട്, അതുപോലെ തന്നെ മസാലയും പിന്നെ ഒരു കൂട്ടും പിന്നെ തക്കാളി ചട്നിയാണുള്ളത്. മസാല ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അധികം ഇപ്പം കഴിക്കാറില്ല. എങ്കിലും ജസ്റ്റ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തു കേട്ടോ. നല്ല മസാലയാണ്. നമുക്ക് മിക്കവാറും എല്ലാ കടകളിലും പൂരി മസാലയോടെ കിട്ടുന്ന മസാല വളരെ ടേസ്റ്റായിട്ടുള്ള മസാലയായിരിക്കും. ഓരോ കടയിലും ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ 2 ഐറ്റം ചട്നിയും കൂടെ അവർ വെച്ചിട്ടുണ്ട്. മിക്കവാറും എല്ലാ കടയിലും 2 ഐറ്റം ചട്നി. ചില കടകളിൽ പൂരിയുടെ കൂടെ ചിലപ്പോൾ സലാഡും കൂടെ വെച്ചിട്ടുണ്ടാവും. ഇതിൽ അതില്ല. പക്ഷെ അതിന് പകരം അവരൊരു മസാല കറി വെച്ചിട്ടുണ്ട്. മസാല കറിയും നല്ല ഒരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യും. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ മിക്കവാറും എല്ലാ പൂരി സെറ്റിൻ്റെ കൂടെയും 2-3 ഐറ്റം കറികൾ കാണാറുണ്ട്. ഇവിടെ അതുപോലെ തന്നെ 4 ഐറ്റം കറികളാണ് ഇതിലുണ്ടായിരുന്നത്. മിക്കവാറും ഇപ്പോൾ എല്ലാ കടകളിലും വാഴയിലയിലാണ് ഫുഡ് വിളമ്പുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം അടുത്തത് ട്രൈ ചെയ്യുന്നതാണ് അവരുടേതായിട്ടുള്ള സ്പെഷ്യൽ പൊങ്കലാണ്. പൊങ്കൽ ഞാൻ അധികം ടേസ്റ്റ് ചെയ്തിട്ടില്ല. 1-2 കടകളിൽ നിന്ന് മാത്രമേ ടേസ്റ്റ് ചെയ്തിട്ടുള്ളൂ. സാധാരണ തമിഴ്നാട്ടുകാർക്കും ആന്ധ്രയും കർണാടകയും എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിന് കൂടുതലായിട്ട് കഴിക്കുന്നത് പൊങ്കൽ എന്ന് പറയുന്ന ഈ ഒരു ഡിഷാണ്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് കണ്ടുവരുന്നുണ്ട് പൊങ്കൽ. എല്ലാവർക്കും ഈ ഒരു പൊങ്കൽ ഇഷ്ടമാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ആ ഒരു പൊങ്കൽ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുണ്ട്. അതിൻ്റെ കൂടെയുള്ള കറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളി കറി, അതായത് ഒരു തക്കാളി തൊക്ക് കറി എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് ഈ ഒരു കറിക്ക്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തക്കാളി ചട്നി എന്ന് വേണമെങ്കിൽ ഇതിന് പറയാമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. എന്തായാലും പൊങ്കൽ നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യുക. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞതുപോലെ തന്നെ ഇതൊരു സ്പെഷ്യൽ പൊങ്കൽ തന്നെയാണ്. നല്ല വെണ്ണയൊക്കെ കൂട്ടി ചേർത്തിട്ടുള്ള പൊങ്കലെന്ന് വേണമെങ്കിൽ പറയാം. ഈ പൊങ്കലിലെ ഒരുപാട് കാഷ്നട്ട് ഉണ്ടായിരുന്നു. അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു കേട്ടോ. എന്ന് വെച്ചാൽ 1-2 ഒന്നല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ചകഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് ഒരുപാട് കാഷ്നട്ട് അതിലുണ്ടായിരുന്നു. പൊങ്കൽ 2 കടകളിൽ നിന്ന് ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് കോമ്പിനേഷനായിട്ട് തോന്നിയത് സാമ്പാർ തന്നെയാണ് കേട്ടോ. സാമ്പാറും പൊങ്കലുമാണ് ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ്. വേറെ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. സാമ്പാറും പൊങ്കലും ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സാമ്പാർ വേറെ ലെവൽ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പൊതുവേ സാമ്പാർ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ്, നിങ്ങൾക്കറിയാം. അത് ഏത് കടയിൽ പോയാലും എനിക്കത് സെപ്പറേറ്റായിട്ട് കഴിച്ച് നോക്കുമ്പോഴാണ് എനിക്ക് കൂടുതലായിട്ട് അത് ഇഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇത്
കുടിച്ച് നോക്കി കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സാമ്പാറാണ്. ഓരോ കടയിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള മസാലയിലാണ് സാമ്പാർ ചെയ്യുന്നത്. ഈ ഒരു തക്കാളി തൊക്കും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അത് അവരുടെ ആ ഒരു ഭാഷയിലാണ് തക്കാളി തൊക്കെന്ന് പറഞ്ഞത്. ഇത് അങ്ങനെ കടകളിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതെന്തായാലും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ. ഇത് പൊങ്കലിൻ്റെ കൂടെ മാത്രമാണ് അവർ സർവ് ചെയ്യുന്നത്. ഞാൻ വീണ്ടും പൊങ്കലെടുത്തിട്ട് കഴിക്കാൻ നോക്കി കേട്ടോ. എന്ന് വെച്ചാൽ എനിക്ക് പൊങ്കൽ നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. അതിനുള്ളിലുള്ള കാഷ്നട്ടും കൂടെ ഒരുപാട് എനിക്ക് കിട്ടിയായിരുന്നു. എണ്ണി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 8-9 ക്യാഷ്നട്ട് എനിക്ക് കിട്ടി കേട്ടോ. കിട്ടിയ ക്യാഷ്നട്ടിൻ്റെ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 50 രൂപയുടെ ക്യാഷ്നട്ടിൻ്റെ ഞാൻ ഈ ഒരു പൊങ്കലിൽ കഴിച്ചതാണ്. പൊങ്കലിൻ്റെ റേറ്റ് വരുന്നത് 80 രൂപയാണ്. അപ്പം ആ ഒരു രൂപയ്ക്ക് ഇത് മുതലാവുമെന്ന് നമ്മുടെ മനസ്സിൽ ചിലപ്പം തോന്നിപ്പോവും. എന്ന് വെച്ചാൽ സാധാരണ പൊങ്കലിൽ ക്യാഷ്നട്ട് ഇടാറുണ്ട്, പക്ഷേ ഇത് വറുത്തിട്ടുള്ള ക്യാഷ്നട്ടാണ് ഇട്ടേക്കുന്നത് കേട്ടോ. പൊങ്കൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ആ തക്കാളി തൊക്കെന്നാണ് പറഞ്ഞത്. തക്കാളി ചട്നിയായിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. അത് അടിപൊളിയായിട്ടുണ്ട്. ആ കറി അടിപൊളിയായിട്ടുണ്ട്. വേറെ കട ഞാൻ അത് കണ്ടിട്ടില്ല. കാരണം തക്കാളി ചട്നിയാണ് കാണാറുള്ളത്. പക്ഷേ തക്കാളി തൊക്കെന്നുള്ള കറി കൊള്ളാം കേട്ടോ. ആ ഒരു പൊങ്കൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഗ്യാപ്പിൽ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സാമ്പാർ എടുത്ത് ഇങ്ങനെ കുടിച്ച് നോക്കാറുണ്ട് കേട്ടോ. സാമ്പാർ നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. പൊതുവേ ഞാനൊരു സാമ്പാർ പ്രിയൻ തന്നെയാണ്. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീട്ടിലും മിക്കവാറും ദിവസങ്ങളിൽ സാമ്പാറാണ്. അതുകൊണ്ടാണ് എനിക്ക് കൂടുതലായിട്ട് ഈ സാമ്പാർ ഇഷ്ടപ്പെടുന്നത്. എന്തായാലും പൊങ്കൽ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ ചെയ്യുക. കണ്ടു കഴിഞ്ഞാൽ അധികം ക്വാണ്ടിറ്റി തോന്നില്ലെങ്കിലും ആ ഒരു പാത്രത്തിനുള്ളിൽ ഒരുപാട് ക്വാണ്ടിറ്റിയിലുള്ള പൊങ്കലുണ്ട്. നമുക്ക് ഒരാൾക്ക് അത്യാവശ്യം വയറ് വീർക്കാൻ പറ്റുന്ന ആ ഒരു ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ആ ഒരു പാത്രത്തിൻ്റെ ആ വായ്ഭാഗം നോക്കി തന്നെ അറിയാൻ പറ്റും. ഉള്ളിലോട്ട് നല്ല സ്പേസ് ഉണ്ട്. ചെറിയ പാത്രമാണെങ്കിലും കണ്ടാൽ ചെറുതെന്നേ തോന്നുള്ളൂ അല്ലേ. എങ്കിലും എനിക്ക് നല്ലതുപോലെ വയറ് വീർത്തു. പിന്നെ ഞാൻ കുറച്ച് ആ ഒരു തക്കാളി തൊക്കും കൂടെ പറഞ്ഞു കേട്ടോ, അഡീഷണലായിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് തന്നായിരുന്നു. ആ പൊങ്കലിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ ഞാൻ കഴിച്ചത് ഈ ഒരു കറിയാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ പൊങ്കലിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. പൊങ്കൽ ഒരു രക്ഷയില്ല. ഞാൻ ഇതിനു മുമ്പ് ഉടുപ്പി ഹോട്ടലിൽ നിന്ന് പൊങ്കൽ കഴിച്ചിട്ടുണ്ടായിരുന്നോ, ആ ഒരു ടേസ്റ്റും ഈ ഒരു ടേസ്റ്റും ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഈ 2 കറികൾ കഴിച്ചപ്പോഴത്തേക്ക് ബാക്കിയുള്ള ചട്നിയൊന്നും കഴിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ചട്നി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പൊങ്കലിലൂടെ ഇട്ട് കഴിച്ചു കേട്ടോ. കറികളെല്ലാം വളരെ ടേസ്റ്റായിട്ട് തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ ബില്ല് വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിട്ടുണ്ട്. പൊങ്കലിന് 80 രൂപയും പൂരി സെറ്റിന് 90 രൂപയും. അതുപോലെ തന്നെ ഞാനൊരു കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റേറ്റ് 30 രൂപയാണ് വരുന്നത്. ആകെ മൊത്തം 200 രൂപയാണ് ടോട്ടലായിട്ടുള്ളത്. അരുളകത്ത ഫുഡ് നല്ല ഫുഡായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് അവരുടെ ആ ഒരു പൊങ്കൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഞാൻ അധികം പൊങ്കൽ ട്രൈ ചെയ്തിട്ടില്ല. 1-2 കടകളിൽ നിന്ന് മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ. ഇവിടുത്തെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റായിരുന്നു. 80 രൂപയാണ് ഒരു പൊങ്കലിൻ്റെ ചാർജ് ചെയ്യുന്നത്. പക്ഷേ അതിനുള്ളിൽ ഒരുപാട് കാഷ്യൂ നട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ കാഷ്യൂ നട്ട് പൊങ്കലാണെന്നാണ് ഞാൻ വിചാരിച്ചത്. നിങ്ങൾ കണ്ടല്ലോ അല്ലേ, നല്ല സോഫ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നെയ് പൊങ്കലെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. എന്തായാലും അടിപൊളിയായിരുന്നു. കറികളെല്ലാം അടിപൊളിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു സെപ്പറേറ്റായിട്ടൊരു കറി വെച്ചിട്ടുണ്ട്. അതാണ് കേട്ടോ തക്കാളി തൊക്കെന്നാണ് പറഞ്ഞത്. തക്കാളി കറിയാണ്. അതും അടിപൊളിയായിട്ടുണ്ട്. കറികളെല്ലാം ആവശ്യം പോലെ ഉണ്ട്. പൂരി ആയിരുന്നാലും പൂരി നമ്മൾ പ്രത്യേകിച്ച് ടേസ്റ്റ് എന്ന് പറയേണ്ട കാര്യമില്ല. രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് നമുക്ക് കഴിക്കാൻ പറ്റും. ഞാൻ അതിൽ പൂരിയും പൊങ്കലാണ് ട്രൈ ചെയ്തത്. നിങ്ങൾ ഇതുവഴി പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. ഓവർബ്രിഡ്ജ് ജംഗ്ഷനിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു അരുളകം പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉള്ളത്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും എല്ലാം. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ കാണുന്നതിൽ എല്ലാവർക്കും ബൈ.